കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമ്മുടെ സ്കൂളിൽ ഇങ്ങനെയൊരു യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും കൂടിയിട്ടുണ്ട്. ലഹരി വസ്തുക്കളെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. അതിനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം. അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് നാം ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ആദ്യമായി SRG കൺവീനറുടെ വിഷയാവതരണമാണ്. വിഷയാവതരണത്തിന് ശേഷം നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാം. SRG കൺവീനറെ വിഷയാവതരണത്തിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമുക്കറിയാം നമ്മുടെ സമൂഹം ലഹരി എന്ന വിപത്തിൽ അടിമപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂളും പരിസരവും തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുമക്കൾ ഒന്നും അറിയാതെ ഇതിന് ഇരകളായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രക്ഷിതാക്കളോ ഇതൊന്നും അറിയുന്നില്ല. ഇതിനെതിരെ കൃത്യമായി ഇടപെടേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. നമുക്ക് നമ്മുടെ ഈ കൂട്ടായ്മ, രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ രംഗത്ത് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടിയാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. നമ്മുടെ HM സൂചിപ്പിച്ചതുപോലെ അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും, നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഇടപെടൽ നടത്താം എന്ന കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ നിങ്ങളുടെ ഭാഗത്ത് വരണം. എല്ലാവരും നല്ല നിർദ്ദേശങ്ങൾക്കായി നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അതിനു മുമ്പേ ആയി നമ്മുടെ മലയാളം ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. അത് കേട്ടതിന് ശേഷം നമുക്ക് ചർച്ചകളിലേക്ക് പ്രവേശിക്കാം. ഒരു കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ലഹരി വസ്തുക്കളാണ് അവർക്ക് വിപണിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരിതിലേക്ക് വരാനുള്ള ഏറെ കാരണവും. എന്തായാലും ഇന്നത്തെ ചർച്ചയിലൂടെ നമുക്ക് കുട്ടികളെ ഇതിനെ പിന്തിരിപ്പിക്കുന്നതിനായി എന്തെല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങൾ നമുക്ക് സ്കൂളിൽ ചെയ്യാമെന്ന് നമുക്ക് ആലോചിക്കാം. നമ്മുടെ നാട്ടിലെ പല വീടുകളിലും ഇപ്പോൾ വാറ്റുചാരായം ഉണ്ടാക്കുന്നു. അതിന്റെ സാധന സാമഗ്രികളൊന്ന് പിടിച്ചെടുത്ത് നശിപ്പിക്കാനുള്ള ഏർപ്പാട് മെമ്പർ എന്തായാലും ചെയ്യും. വാറ്റുചാരായം മാത്രമല്ല, വിദേശ മദ്യവും നമ്മുടെ നാട്ടിൽ ഒഴുകുന്നുണ്ട്, ഇഷ്ടം പോലെ ഒഴുകുന്നുണ്ട്. വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾ ഇതൊക്കെ കാണുമ്പോഴേ പേരെ ഞങ്ങൾ രക്ഷിതാക്കൾക്ക്. അപ്പൊ അതിനുള്ള എന്തെങ്കിലും സംവിധാനം മെമ്പർ ചെയ്തേ മതിയാവും. ഞാനൊന്ന് പറയട്ടെ, ഇത് മാത്രമല്ലല്ലോ, ലഹരി വസ്തുക്കളുടെയും മൊബൈൽ ഫോണിന്റെയും ഉപയോഗം വല്ലാതെ നമ്മുടെ നാട്ടിൽ കൂടിയിരിക്കുന്നു. കൂടുതലും കുട്ടികളുടെ ഇടയിലാണ് വന്നിരിക്കുന്നത്. അത് നശിപ്പിക്കലൊന്നും നമ്മൾ വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല ടീച്ചറെ. ഇതൊക്കെ നാട്ടുകാർ കുറെ ശ്രമിച്ചതാണ്. നമുക്ക് പോലീസിന് വരാണെന്ന് എങ്ങനെ ഉണ്ടാവും? നമുക്കൊരു ബോധവൽക്കരണ ക്ലാസ് വയ്ക്കാം. ബോധവൽക്കരണ ക്ലാസ് ഒക്കെ എപ്പോഴും നടക്കുന്നതല്ലേ, അതല്ലാണ്ട് വേറെ എന്തെങ്കിലും അഭിപ്രായം പറയും. ഒരു റാലി നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? റാലിയൊക്കെ നടത്തിയിട്ട് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. നമുക്ക് ആളുകളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒന്നുകൂടി നല്ല നാടകമല്ലേ, നമുക്കൊരു നാടകം അവതരിപ്പിച്ചാലോ? അത് നല്ലൊരു ആശയമാണ്. നാടകത്തിലൂടെ നമുക്ക് ജനങ്ങളെ വളരെയധികം ബോധവൽക്കരിക്കാൻ കഴിയും. നമുക്ക് അതിലേക്കൊന്ന് ചിന്തിക്കും. അതിൽ ആരാ അഭിനയിക്കുക? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നാടകം എന്ന ഒരു പുതിയ സ്വപ്നം സാക്ഷാത്കരിക്കാനുണ്ട്. നമുക്ക് ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാം. അതിന്റെ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി ആസൂത്രണം ചെയ്യണം. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് യോഗം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. ഞാൻ പണ്ടുവരുന്നത്, ഞാൻ ഇവിടെ വായനശാലയിലാണ്, നാടകത്തിൻ്റെ തിരക്കിലേക്ക്. നാളെ പരിപാടി ഉണ്ടോ? നാളെ പരിപാടി ഉണ്ട്, നാളെ അവസാനം. അതൊന്ന് രാത്രിയല്ലേ പോകുള്ളൂ. ഇറങ്ങുന്നതായിരുന്നു
ദൈവത്തിന്റെ സ്വന്തം സമാധാനവും സന്തോഷവും വരുന്നത് എന്നാൽ ഇന്നും പ്രായഭേദമന്യേ എല്ലാവരും വസ്തുക്കളുടെ അംഗങ്ങളാണ്. പുറത്തത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല, പുറത്തത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല, പുറത്തത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. അമ്പലക്കാട് ആ
മനസ്സിന്റെ തോളിലായി എന്നും തെളിയുന്ന ഓർമ്മ മാത്രം ഓർക്കുന്നു ഞാൻ എന്റെ ബാല്യകാലം ഓർക്കുന്നു ഞാൻ എന്റെ ബാല്യകാലം മാപ്പുവണക്കുന്ന കാലം മുറ്റത്ത് കരിയുണർ വീഴുന്ന നേരം കണ്ണന്റെ കലമിളക്കിയിട്ടു ഞാൻ അവനോട് കലഹിച്ച ബാല്യകാലം
ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ദുരന്ത ഫലങ്ങൾ. കരൾ, മസ്തിഷ്കം, വൃക്ക, നാഡീവ്യൂഹം തുടങ്ങി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെയും നാശം. ഉയർന്ന രക്തസമ്മർദ്ദം, രോഗം, രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ, ദുർബലമായ പ്രതിരോധശേഷി, സാധ്യത, ഓർമ്മക്കുറവ്, ബുദ്ധിവൈകല്യം, മദ്യപാനി കുടുംബത്തിന്റെ സമൂഹത്തിന്റെ വൻ വിപത്താണ്. കണ്ണന്റെ അമ്മയല്ലേ? കണ്ണൻ നല്ല മിടുക്കനായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചയായി അവൻ ക്ലാസ്സിൽ ഉറക്കം തന്നെ ഉറങ്ങി എണീറ്റാൽ കുട്ടികളെ ഉപദ്രവിക്കുന്നു, ബുക്കുകൾ കീറിയിടുന്നു. ഇതാണിപ്പോൾ അവന്റെ സ്വഭാവം. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം? നിങ്ങൾ എന്തായാലും അവനെ നല്ലൊരു ഡോക്ടറെ കാണിക്കൂ. ശരി. പൊട്ടൽ കിട്ടും. എന്താ കരിഞ്ഞ മണം? നല്ല ഫ്ലോയിൽ വന്നായിരുന്നു. നഷ്ടമാക്കുന്നു നല്ല ജന്മങ്ങൾ
നേരം തുറന്നിരുന്നമ്മ മഞ്ഞു തുള്ളികളെ കോരി മാറ്റിയതമ്മ തീ കൂട്ടി ചായച്ചിന്തയുളത്തിയ സ്നേഹസ്വരൂപമാണമ്മ കുന്നോളമുയരും തിരുപ്പലക്ക് വിയർത്തൊട്ടിയ ദേഹമാണമ്മ രൂപയുടെ കളിയില്ല. എന്താ ചില്ലറ തരല്ല. തിരക്കിലാണ്
കഴിയോ? എന്തെങ്കിലുമാണ് കഴിയാ? ഞാനില്ലേ പിന്നെ
പിടയുന്ന പ്രാണനും മുറിവേറ്റ് നിണം വാർന്ന പൊന്നോമൽ പുത്രിയും കൊളുത്തറ്റ താലിയും ജഗമായ പത്നിയും നിരാനന്ദരായി തകരും കിടാങ്ങൾ നിറം കെട്ട് പോകുന്നു മിഴിവാർന്ന സ്വപ്നവും വീണ്ടും ചിരിക്കുന്നു നുരയുന്നു മദ്യം ഹലോ സർ, വട്ടപ്പാറ പോലീസ് സ്റ്റേഷൻ അല്ലേ? സർ, ഞാൻ വട്ടപ്പാറ പഞ്ചായത്ത് മെമ്പറാണ്. എന്റെ വാർഡിലെ ശങ്കരന്റെ മകളെ കുറച്ചുപേർ ചേർന്ന് ആക്രമിക്കുന്നത് ഫേസ്ബുക്ക് ലൈവ് വരുന്നു. അതെ, ഫേസ്ബുക്ക് ലൈവ്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്, നിങ്ങളും വേഗം വരണം. ഫേസ്ബുക്ക് ലൈവാണ് കൃത്യസമയത്ത് ഞങ്ങളെ എത്തിച്ചത്. ഈ കഴിഞ്ഞ കഞ്ചാവും കഴിപ്പിച്ചെന്ന യാതൊരു ബോധവും ശരിയാണ്. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു. അവർക്ക് എഗെയിൻസ്റ്റ് പോക്സോ നിയമപ്രകാരം കേസ് രജിച്ചിട്ടുണ്ട്. ഓക്കേ, ദാറ്റ്സ് ഗുഡ്. ഓക്കേ, താൻ ശങ്കരനല്ലേ? വെറുതെ ഒന്നല്ല. എടോ, തന്റെ മോളാണ് അവിടെ കിടക്കുന്നത്. മോളുടെ കാര്യമൊന്നും പറയണ്ട. എടോ, തന്റെ മദ്യപാനമാണ് എല്ലാത്തിനും കാരണം. എന്റെ മദ്യപാനം നിർത്തിയല്ലോ. തന്റെ സുഹൃത്തുക്കളാണല്ലോ പാവം ആ കുഞ്ഞിനെ ഉപദ്രവിച്ചത്. എന്റെ സുഹൃത്തുക്കളോ? അതെ. ഇനിയെങ്കിലും താങ്കൾ നിർത്ത്. ഓക്കെ ഓക്കെ, അവിടെ ഇരുന്നുള്ളൂ. കുട്ടീനെ വാർഡിലേക്ക് മാറ്റാം കേട്ടോ. എന്റെ കണ്ണന്റെയും എന്റെ അമ്മുവിന്റെയും കയ്യിൽ ഈ നാട്ടിൽ ആർക്കും വരരുത്. ലഹരിയുടെ കാണാക്കയങ്ങളിൽ മുങ്ങിത്താഴ്ന്ന ഒരു കുടുംബത്തിന്റെ വിലാപമാണ്
ലഹരിയുടെ കാണാത്തയങ്ങൾ എന്ന ലഘുനാടകം ഒരു പരിപൂർണ വിജയമാണ് എന്ന അവകാശവാദങ്ങളൊന്നും ഞങ്ങൾക്കില്ല. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം. പ്രിയ കലാസ്നേഹികൾ, അതെല്ലാം സദയം ക്ഷമിക്കണമെന്ന് വിനയപൂർവ്വം അറിയിക്കുന്നു. ലഹരിയുടെ കാണാത്തയങ്ങളിൽപ്പെട്ട് ഇടയുന്ന ഒരു യുവതലമുറയാണ് നമുക്ക് മുന്നിലുള്ളത്. സ്വന്തം മക്കളെ കുറിച്ചുള്ള ആകുലതകൾ പങ്കുവയ്ക്കുക മാത്രമാണ് ഞങ്ങളിവിടെ ചെയ്തത്. നമുക്ക് കുടുംബം ലഹരിയാവട്ടെ, വായന ലഹരിയാവട്ടെ, വിദ്യാഭ്യാസം ലഹരിയാവട്ടെ, സാഹിത്യം ലഹരിയാവട്ടെ,